Welcome back, my dear students and friends. Today, you are going to learn changing role of public sector. ആ ഒരു ടോപ്പിക് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് അക്കൗണ്ടൻസിൻ്റെയോ ബിസിനസ് സ്റ്റഡീസിൻ്റെയോ നോട്ട്സ് വീഡിയോസ് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ ബ്ലോഗ് സന്ദർശിക്കുക www.manojmelekandi.blogspot.com. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ, പൊതുമേഖലയുടെ മാറിക്കൊണ്ടിരിക്കുന്ന പങ്ക്. At the time of independence, the infrastructural facilities available in India was very limited. For the development of any nation, infrastructural facilities is very essential. By considering the importance of these infrastructural facilities, government started public sector enterprises to invest in infrastructural facilities. സ്വാതന്ത്ര്യം ലഭിച്ച കാലങ്ങളിൽ ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് വളരെയേറെ ലിമിറ്റഡ് ആയിരുന്നു, വളരെ കുറവായിരുന്നു. ഏതൊരു രാജ്യത്തിൻ്റെയും വികസനത്തിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഇവിടെ വളരാൻ സൗകര്യമുണ്ടാവുകയുള്ളൂ. പ്രൈവറ്റ് സെക്ടർ ബിസിനസ് സ്ഥാപനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മടി കാണിച്ചിരുന്നു. പ്രധാനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഹ്യൂജ് ഫണ്ട്സ് ആവശ്യമായിരുന്നു. മാത്രമല്ല, ഇത്തരം പ്രൊജക്റ്റുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള റിട്ടേൺ വളരെയേറെ ഡിലേ ആകുമായിരുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് ഇൻഫ്രാസ്ട്രക്ചറൽ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മടി കാണിച്ചു. ആ സമയത്താണ് ഗവൺമെൻറ് പലതരത്തിലുള്ള പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആരംഭിച്ചത്. മെയിൻലി ടു ഡെവലപ്പ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. 1990 വരെ പബ്ലിക് സെക്ടറിന് കാര്യമായ പ്രാധാന്യം നമ്മുടെ എക്കോണമിയിൽ ലഭിച്ചിരുന്നു. 1991 നമുക്ക് പുതിയ എക്കണോമിക് പോളിസി നമുക്കിവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ആ എക്കണോമിക് പോളിസി അറിയപ്പെടുന്നത് തന്നെ LPG പോളിസി എന്നാണ്. LPG പോളിസി എന്ന് പറയുമ്പോൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ ഒരു LPG പോളിസി അല്ലെങ്കിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ പോളിസി വന്നതോടുകൂടി പബ്ലിക് സെക്ടറിൻ്റെ റോള് ഇവിടെ റീഡിഫൈൻ ചെയ്യപ്പെട്ടു. പബ്ലിക് സെക്ടറിൻ്റെ റോൾ ഇവിടെ റെഡ്യൂസ് ചെയ്യപ്പെട്ടു. പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ആരംഭിച്ചു. അതാണ് ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ പറയുമ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് നോക്കാം ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ ബിഫോർ 1991, പൊതുമേഖലയുടെ മാറിക്കൊണ്ടിരിക്കുന്ന പങ്ക്. 1991 മുൻപേ പൊതുമേഖലയുടെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം 1991 വന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാം. ഫസ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു രാജ്യത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിന് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് അടിസ്ഥാന സൗകര്യ വികസനം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു രാജ്യത്ത് മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ വികസിക്കുകയുള്ളൂ. സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വ്യവസായങ്ങൾ വളരെയേറെ ലിമിറ്റഡ് ആയിരുന്നു. നമുക്ക് നോക്കാം. ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് എ പ്രീ റിക്വസിറ്റ് ഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ എനി കൺട്രി. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ദി പ്രൈവറ്റ് സെക്ടർ ഡിഡ് നോട്ട് ഷോ any initiative to invest in heavy industries or develop it in any manner. Hence, government started public sector enterprises to concentrate core areas and to develop infrastructure. അടിസ്ഥാന സൗകര്യ വികസനം ഏതൊരു രാജ്യത്തും വ്യവസായവൽക്കരണത്തിന് അത്യന്താപേക്ഷിതമാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ അടിസ്ഥാന വ്യവസായങ്ങളുടെ വികാസത്തിനും അവയിൽ നിക്ഷേപം നടത്തുന്നതിനും സ്വകാര്യ മേഖല ഒരു മുൻകൈയും കാണിച്ചില്ല. അതിനാൽ പ്രധാന മേഖലകൾ കേന്ദ്രീകരിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും സർക്കാർ പൊതുമേഖലാ സംരംഭങ്ങൾ ആരംഭിച്ചു. നെക്സ്റ്റ്, റീജിയണൽ ബാലൻസ്, പ്രാദേശിക സന്തുലനം. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ് ലക്ഷ്യം വെക്കുന്നത്. ഏതെങ്കിലും ചെറിയ പ്രദേശങ്ങൾ മാത്രം ഡെവലപ്പ് ചെയ്താൽ പോരാ. എല്ലാ പ്രദേശങ്ങളും, ഗ്രാമങ്ങളായി കഴിഞ്ഞാലും റൂറൽ ഏരിയാസ് ആയി കഴിഞ്ഞാലും എല്ലാ പ്രദേശങ്ങളും ഒരുപോലെ വികസിപ്പിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. പ്രൈവറ്റ് സെക്ടേഴ്സ് ആണെങ്കിൽ അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സിറ്റികളിലാണ്.
പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ മാത്രമാണ് അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ്. ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളും ഒരുപോലെ വികസിക്കണമെന്നാണ്. എല്ലാ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ പ്രദേശങ്ങളും ഒരുപോലെ വികസിച്ച് ഇന്ത്യ മൊത്തം ഓവറോൾ ഡെവലപ്മെൻറ്റ് പ്രാപ്തമാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് സ്ഥാപിക്കുന്ന സമയത്ത് ഇത്തരം റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലെ പല റൂറൽ ഏരിയാസിൽ അല്ലെങ്കിൽ വില്ലേജുകളിൽ ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക വഴി ആ വില്ലേജുകളുടെ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കാൻ വേണ്ടി തുടങ്ങി. നോക്കാം, റീജിയണൽ ബാലൻസ്, പ്രാദേശിക സന്തുലനം. The government is responsible for developing all regions and states in a balanced way and removing regional disparities. Hence, government started public sector enterprises in underdeveloped and rural areas. എല്ലാ പ്രദേശങ്ങളെയും സംസ്ഥാനങ്ങളെയും സന്തുലിതമായി വികസിപ്പിക്കുന്നതിനും പ്രാദേശിക അസമത്വം നീക്കം ചെയ്യുന്നതിനും സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അതിനാൽ അവികസിത ഗ്രാമീണ മേഖലകളിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. നെക്സ്റ്റ്, എക്കണോമീസ് ഓഫ് സ്കെയിൽ, വൻതോതിലുള്ള ഉൽപ്പാദനത്തിൻ്റെ നേട്ടങ്ങൾ. സ്വാതന്ത്ര്യാനന്തരം പ്രൈവറ്റ് സെക്ടേഴ്സിന് കൂടുതൽ തുക നിക്ഷേപിക്കാൻ വേണ്ടി പൈസ ഇല്ലായിരുന്നു. അത്രയേറെ വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള പണം അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് കൂടുതൽ പണം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ, ലാർജ് സ്കെയിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ ഗുണങ്ങൾ നേടിയെടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു. നോക്കാം, പ്രൈവറ്റ് സെക്ടേഴ്സ് വെയർ നോട്ട് റെഡി ടു ഇൻവെസ്റ്റ് ഹ്യൂജ് ക്യാപിറ്റൽ. Public sectors were set up in large scale to take advantage of large scale production. വൻ മൂലധനം നിക്ഷേപിക്കാൻ സ്വകാര്യ മേഖലകൾ തയ്യാറായിരുന്നില്ല. വൻതോതിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക വഴി വൻതോതിലുള്ള ഉൽപ്പാദനത്തിൻ്റെ നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞു. നെക്സ്റ്റ്, ചെക്ക് ഓവർ കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ, സമ്പത്തിൻ്റെ കേന്ദ്രീകരണത്തെ നിയന്ത്രിക്കുന്നു. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഇൻകം ഒരുപാട് ജനങ്ങളിലേക്ക് വിഭജിച്ച് നൽകുക എന്നുള്ളതാണ്. പ്രൈവറ്റ് സെക്ടർ സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ലാഭം പ്രധാനമായിട്ടും ഒരു ചുരുക്കം ചില മുതലാളിമാരുടെ കയ്യിലേക്ക് മാറുന്നു. അവിടെ തൊഴിലാളികൾക്ക് കാര്യമായ വേതനങ്ങൾ കൊടുക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് കാര്യമായ വേതനങ്ങൾ കൊടുക്കാതെ അവർ കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും ആ ലാഭം വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ അകത്ത് വിഭിന്നമായി സർക്കാർ സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോൾ ആ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് മാന്യമായ വേതനങ്ങൾ കൊടുത്തുകൊണ്ടും അതുപോലുള്ള മറ്റ് ചെലവുകൾ നിർവഹിച്ചുകൊണ്ടും അവർക്ക് കിട്ടുന്ന വരുമാനത്തെ പല വിധത്തിൽ വിഭജിക്കപ്പെടുന്നു. അങ്ങനെ ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അതിൻ്റെ ഗുണം 100% ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം. നോക്കാം, പബ്ലിക് സെക്ടേഴ്സ് ഡിവൈഡഡ് ദെയർ ഇൻകം ടു എ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ്. ദിസ് പ്രിവെൻറ്റ്സ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് എക്കണോമിക് പവർ ഇൻ ദി പ്രൈവറ്റ് സെക്ടർ. പൊതുമേഖലകൾ അവരുടെ വരുമാനം ധാരാളം ജീവനക്കാർക്കും തൊഴിലാളികൾക്കും വിഭജിച്ച് നൽകുന്നു. ഇത് സമ്പത്തിൻ്റെയും സാമ്പത്തിക ശക്തിയുടെയും കേന്ദ്രീകരണം തടയുന്നു. നെക്സ്റ്റ്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇറക്കുമതിക്ക് പകരം വെക്കൽ. സ്വാതന്ത്ര്യാനന്തരം ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നു. അപ്പോൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഫോറിൻ കറൻസി ഇല്ലാതിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് തന്നെ പല ഗുഡ്സും, ഇമ്പോർട്ട് ചെയ്യുന്ന പല ഗുഡ്സും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ചു. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ വേണ്ടി പബ്ലിക് സെക്ടേഴ്സ് ഒരു വലിയ പങ്ക് വഹിച്ചു. നോക്കാം, പബ്ലിക് സെക്ടർ കമ്പനീസ് വെയർ ഇൻവോൾവ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ് വിച്ച് വെയർ ഇമ്പോർട്ടഡ് ഫ്രം ഫോറിൻ കൺട്രി. Moreover, public sector started to export the products. വിദേശ രാജ്യങ്ങളിൽ നിന്ന്
ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പൊതുമേഖലാ കമ്പനികൾ ഏർപ്പെട്ടു. കൂടാതെ പൊതുമേഖലാ കമ്പനികൾ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനും തുടങ്ങി. നെക്സ്റ്റ്, ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ ആഫ്റ്റർ 1991 ആണ്. 1991 കൂടിയാണ് ഇവിടെ കാതലായ മാറ്റങ്ങൾ എക്കണോമിക് പോളിസിയിൽ സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ച എക്കണോമിക് പോളിസി ചേഞ്ചസ് ആണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഗവൺമെൻറ് പോളിസി ടുവേർഡ്സ് ദി പബ്ലിക് സെക്ടർ സിൻസ് 1991. The government of India had introduced 4 major reforms in the public sector in its new industrial policy in 1991. 1991 കൂടി ഇന്ത്യൻ സർക്കാർ പുതിയ വ്യവസായ നയം പ്രഖ്യാപിച്ചു. അതിൽ 4 പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, റീസ്ട്രക്ചർ ആൻഡ് റിവൈവ് പൊട്ടൻഷ്യലി വയബിൾ PSUs. റീസ്ട്രക്ചർ ചെയ്യുക, റിവൈവ് ചെയ്യുക, പൊട്ടൻഷ്യലി വയബിൾ PSUs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ വളർച്ചാ സാധ്യതയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ പുനഃസംഘടിപ്പിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുക. ക്ലോസ് ഡൗൺ PSUs വിച്ച് കനോട്ട് ബി റിവൈവ്ഡ്. അങ്ങനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ അവിടെ വെച്ച് ക്ലോസ് ചെയ്യുക, അടക്കുക. Bring down government equity in all non-strategic PSUs to 26% or lower if necessary. എല്ലാ തന്ത്രപരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഇക്വിറ്റി ആവശ്യമെങ്കിൽ 26% അതിൽ കുറവോ ആയി കുറക്കുക. ഗവൺമെൻറ്റിൻ്റെ ഷെയർ, ഇത്തരം പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരുന്ന ഗവൺമെൻറ് ഷെയർ പരമാവധി റെഡ്യൂസ് ചെയ്തുകൊണ്ട് 26% അല്ലെങ്കിൽ അതിൽ കുറവോ ആക്കി മാറ്റുക. ബാക്കിയുള്ള ഷെയറുകൾ കംപ്ലീറ്റ് പ്രൈവറ്റ് പാർട്ടീസിന് കൊടുക്കുക. അങ്ങനെ സ്ഥാപനങ്ങളെ, ഗവൺമെൻറ് സ്ഥാപനങ്ങളെ പ്രൈവറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഫുള്ളി പ്രൊട്ടക്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് വർക്കേഴ്സ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തും തൊഴിലാളികളുടെ താല്പര്യം പൂർണ്ണമായി സംരക്ഷിക്കുക എന്നതുകൂടി ഇതിൻ്റെ ഒരു നയമായിരുന്നു. നോക്കാം. 1991 ഇന്ത്യൻ സർക്കാർ പുതിയ വ്യവസായ നയത്തിൽ പൊതുമേഖലയിൽ 4 പ്രധാന പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു. സർക്കാർ നയത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇപ്രകാരമാണ്. ഭാവിയിൽ വളർച്ചാ സാധ്യതയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ പുനഃസംഘടിപ്പിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുക. പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക. എല്ലാ തന്ത്രപരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് ഇക്വിറ്റി, ദാറ്റ് ഈസ് ഷെയർ, ആവശ്യമെങ്കിൽ 26% അതിൽ കുറവോ ആയി കുറക്കുക. ഒപ്പം തൊഴിലാളികളുടെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കുക. ഇനി നമുക്ക് നോക്കാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട 3-4 പോയിന്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, റിഡക്ഷൻ ഇൻ ദി നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ ഫ്രം 17 to 8 ആൻഡ് ദെൻ ടു 3. 1991 കൂടി LPG പോളിസി വന്നു. ആ LPG പോളിസിയിൽ പബ്ലിക് സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. പ്രൈവറ്റ് സെക്ടേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. 1991 വരെ 17 പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ മാത്രമേ ആരംഭിക്കാനോ പ്രവർത്തിക്കാനോ ഇവിടെ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. 17 പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് ഗവൺമെൻറ് സെക്ടേഴ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെ പബ്ലിക് സെക്ടേഴ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1991 പോളിസി വന്നതോടുകൂടി ഈ 17 നിന്നും അത് 8 മാറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1991 ഈ 8 ഇൻഡസ്ട്രീസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രീസിലും പ്രൈവറ്റ് പാർട്ടീസിനും അത്തരം ഇൻഡസ്ട്രീസ് ആരംഭിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു. അതിനുശേഷം ആ ഒരു 8 എന്നുള്ളത് 3 മാറ്റി. പ്രധാനപ്പെട്ട 3 ഇൻഡസ്ട്രീസിന് മാത്രം ഗവൺമെൻറ് അധീനതയിലാക്കി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിൽ റിസർവ് ചെയ്ത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ വ്യവസായങ്ങളും നടത്താനുള്ള അധികാരം പ്രൈവറ്റ് പാർട്ടീസിന് കൂടി നീക്കിവെച്ചു. നോക്കാം. 17 ഇൻഡസ്ട്രീസ് വേർ റിസർവ്ഡ് ഫോർ ദി പബ്ലിക് സെക്ടർ, ബട്ട് ഇൻ 1991 only 8 industries were reserved for the public sector, which were later reduced to 3. 17 വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്കായി നീക്കിവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 1991 പൊതുമേഖലയ്ക്കായി നീക്കിവെച്ചിരുന്ന വ്യവസായങ്ങൾ 8 മാത്രമാക്കി. പിന്നീട് അവ 3 ചുരുക്കി.
നെക്സ്റ്റ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഷെയർസ് ഓഫ് എ സെലക്ട് സെറ്റ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. തിരഞ്ഞെടുത്ത പൊതുമേഖലാ സംരംഭങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഗവൺമെൻറ്റിലെ ഷെയർ പ്രൈവറ്റ് പാർട്ടീസിന് വിൽക്കുക. അങ്ങനെ ഗവൺമെൻറ് സെക്ടറിലുള്ള ഇത്തരം സ്ഥാപനങ്ങളെ പ്രൈവറ്റൈസ് ചെയ്യുക, പ്രൈവറ്റ് പാർട്ടീസിന് കൂടി അതിൽ പ്രാധാന്യം കൊടുക്കുക, അവർക്ക് കൂടി അതിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറുക. അതിനെയാണ് പറയുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നോക്കാം. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവോൾവ്സ് ദി സെയിൽ ഓഫ് ദി ഇക്വിറ്റി ഷെയർസ് ടു ദി പ്രൈവറ്റ് സെക്ടർ ആൻഡ് ടു ദി പബ്ലിക്. ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്കും പൊതുജനങ്ങൾക്കും വിൽക്കുന്നതാണ് ഓഹരി വിറ്റഴിക്കൽ. നെക്സ്റ്റ്, പോളിസി റിഗാർഡിംഗ് സിക്കി യൂണിറ്റ്സ് ടു ബി ദി സെയിം ആസ് ദാറ്റ് ഫോർ ദി പ്രൈവറ്റ് സെക്ടർ. നഷ്ടത്തിലുള്ള യൂണിറ്റുകളെ സ്വകാര്യ മേഖലയ്ക്ക് തുല്യമായി കരുതുക. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ ചില പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ വളരെയേറെ നഷ്ടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അവർക്ക് യാതൊരു സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകാതെ അവരുടെ നഷ്ടം അവർ തന്നെ വഹിക്കണം. അതിന് ഗവൺമെൻറ് ഉത്തരവാദിയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് കാര്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നില്ല. അവർക്ക് കാര്യമായ സപ്പോർട്ടുകൾ ചെയ്തു കൊടുത്തിരുന്നില്ല. അവരെ പ്രൈവറ്റ് സെക്ടറിൽ എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അതേപോലെയാണ് അവരെയും ഡീൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരം സിക്കി യൂണിറ്റുകൾ ലാഭമുണ്ടാക്കാൻ കഴിയാതിരുന്ന ഇത്തരം പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ കാര്യമായ പ്രോത്സാഹനങ്ങളോ അല്ലെങ്കിൽ കാര്യമായ ഫിനാൻഷ്യൽ ഹെൽപ്പുകളോ ഗവൺമെൻറ് കൊടുക്കുന്നത് അവിടെ വെച്ച് നിർത്തലാക്കി. നോക്കാം. ദി ഓൺലി ഓപ്ഷൻ അവൈലബിൾ ടു ദി ഗവൺമെൻറ് ഫോർ സിക്കി യൂണിറ്റ്സ് ഈസ് ടു ക്ലോസ് ഡൗൺ ദീസ് അണ്ടർടേക്കിങ്സ് ആഫ്റ്റർ പ്രൊവൈഡിങ് എ സേഫ്റ്റി നെറ്റ് ഫോർ ദി എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ്. നഷ്ടത്തിലുള്ള യൂണിറ്റുകളിലെ ജീവനക്കാർക്ക് ആവശ്യമായ സുരക്ഷാ വലയം ഒരുക്കിക്കൊണ്ട് ഇവയെ അടച്ചുപൂട്ടുക മാത്രമാണ് സർക്കാർ നയം. നെക്സ്റ്റ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU, ധാരണാപത്രം ഉണ്ടാക്കുക. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ ധാരണാപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലെ മാനേജേഴ്സുമായിട്ട് ഗവൺമെൻറ് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നു. ഇനി അങ്ങോട്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ ലാഭമുണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളെ ഇനി പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. ഗവൺമെൻറ് ഹെൽപ്പ് ഇനി മുതൽ യാതൊരു വിധത്തിലും ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുകയും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ബിസിനസ് സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ ഇത്തരം പബ്ലിക് സെക്ടേഴ്സിലെ സ്ഥാപനങ്ങളിലെ മാനേജേഴ്സിനോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ മാനേജേഴ്സിന് ഇത്തരം ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയെങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. അല്ല എങ്കിൽ ആ സ്ഥാപനം അവിടെ വെച്ച് ക്ലോസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പബ്ലിക് സെക്ടേഴ്സിലെ മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും തമ്മിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നു. ആ ധാരണാപത്രം പ്രകാരം ഗവൺമെൻറ് മാനേജ്മെൻറ്റിന് പ്രവർത്തിക്കാനുള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഗവൺമെൻറ് മാനേജ്മെൻറ്റിന് അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുകയും അവർ ഗവൺമെൻറ് പറയുന്നതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ അച്ചീവ് ചെയ്യണം എന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അത്തരം സ്ഥാപനങ്ങൾക്ക് ഇത്തരം റിസൾട്ടുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ അത്തരം സ്ഥാപനങ്ങളെ ക്ലോസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. നോക്കാം. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പെർഫോമൻസ് ത്രൂ MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സിസ്റ്റം, by which managements are to be granted greater autonomy but held accountable for specified results. Under this system, public sector units were given clear targets and operational autonomy for achieving those targets. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റിന് കൂടുതൽ അധികാരങ്ങൾ നൽകിക്കൊണ്ട് സർക്കാരുമായി ധാരണാപത്രം ഉണ്ടാക്കുന്നു. ഇതനുസരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ട ലക്ഷ്യങ്ങളും അവ പൂർത്തീകരിക്കാൻ ആവശ്യമായ പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകുന്നു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.